നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ ശക്തി പ്രാപിച്ചതാണ്, വളർന്നതാണ് സഭ. ആദിമ കാലഘട്ടത്തിൽ ആദിമസഭയിൽ ക്രിസ്ത്യാനികൾ നേരിട്ട ഏറ്റവും വലിയ ഭീഷണി വിജാതീയരിൽ നിന്നായിരുന്നു. അന്ന് വരെ ഉണ്ടായിരുന്ന ആരാധനാ ജീവിതം അത് വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിച്ചിട്ടുള്ളതായിരുന്നു. ഏറെ പ്രത്യേകിച്ച് റോമൻ ചക്രവർത്തിമാർ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിച്ച് ജീവിച്ച അവരുടെ ജീവിതത്തിനെതിരായി, വിഗ്രഹാരാധനയ്ക്ക് എതിരായിട്ട് പ്രവർത്തിച്ച് യേശുവിൻ്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് വിശ്വാസ സംഹിതകൾ വളർത്തിയെടുത്തപ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത് രക്തസാക്ഷികളുടെ ചുടുനിണമായിരുന്നു. അവരുടെ രക്തത്തിൻ്റെ കരുത്തിലാണ് സഭ വളർന്നത്, പടർന്ന് പന്തലിച്ചത്. എന്നാൽ ഇന്നും അതിന് പ്രസക്തി ഒട്ടും തന്നെ കുറവല്ല. ഇന്നും സഭ ധീരതയോടുകൂടി മുന്നോട്ട് പോകുന്നത് രക്തസാക്ഷികളുടെ രക്തത്തിൽ നിന്ന് തന്നെ ശക്തി സ്വീകരിച്ചുകൊണ്ടാണ്. ഈ കാലഘട്ടവും രക്തസാക്ഷിത്വത്തെ വിശ്വാസികൾ ധീരതയോടെ നേരിടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് പരിചയമുള്ള നിരവധി ആളുകൾ ഈ അവസരങ്ങളിൽ കൊല്ലപ്പെടുന്നത്, വിശ്വാസത്തിന് വേണ്ടി കൊല്ലപ്പെടുന്നത് നമ്മെ വേദനിപ്പിക്കുന്നതാണ്, കരളലിയിക്കുന്നതാണ്. തീവ്രവാദികളുടെയും മറ്റാളുകളുടെയും സഭാവിരോധികളുടെയും ആക്രമണത്തിൽ പുരോഹിതരും മെത്രാന്മാരും വിശ്വാസികളും ധീരതയോടുകൂടിയല്ലേ അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ രക്തസാക്ഷിത്വത്തിനുള്ള, ഒരുപക്ഷെ രക്തം ചൊരിഞ്ഞുകൊണ്ടുള്ള രക്തസാക്ഷിത്വമല്ല, വൈറ്റ് മാർട്ടിഡം, രക്തം ചൊരിയാതെയുള്ള രക്തസാക്ഷിത്വം, അതിന് വലിയ പ്രസക്തിയുണ്ട്. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ് മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. അതിന് നമ്മെ സഹായിക്കുന്നതാണ് രക്തസാക്ഷികളുടെ ജീവിതത്തിൽ പഠിക്കുക, മനസ്സിലാക്കുക, കടന്നു പോകുക. ഈ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ആഗ്നസിനെ കുറിച്ചാണ്. ദൈവത്തിന് സ്വയം സമർപ്പിച്ച് ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി കാത്തു സൂക്ഷിച്ച ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ കന്യകയാണ് വിശുദ്ധ ആഗ്നസ്. സുഖലോലുപതയിലും അസാൻമാർഗികതയിലും ജീവിച്ചിരുന്ന ഒരു ജനതയുടെ മുൻപിൽ പരിശുദ്ധിയുടെ പുതിയ പാഠങ്ങളുമായി കടന്നെത്തിയ രക്തസാക്ഷിണിയായിരുന്നു അവൾ. റോമാ സാമ്രാജ്യത്തിൽ നഗരാധിപന്മാരുടെ പിൻഗാമികളായ പെട്രീഷ്യൻസുമാരുടെ ധനിക കുടുംബത്തിലായിരുന്നു വിശുദ്ധ ആഗ്നസ് ജനിച്ചത്. റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്തു മതത്തിനെതിരെ ശത്രുത നിലനിന്നിരുന്ന കാലത്തായിരുന്നു വിശുദ്ധ ആഗ്നസിൻ്റെ മാതാപിതാക്കൾ ക്രിസ്തു മതത്തിലേക്ക് ആകൃഷ്ടരാവുന്നതും ക്രിസ്തുപാത സ്വീകരിക്കുന്നതും. ശൈശവത്തിൽ തന്നെ മാമോദിസ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ, കുഞ്ഞാട് എന്നർത്ഥം വരുന്ന
ആഗ്നസ് എന്ന നാമധേയം സ്വീകരിക്കുകയും വിശ്വാസ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കുഞ്ഞാടായി മാറുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. ചെറുപ്രായത്തിൽ തന്നെ രക്തസാക്ഷിയായ വിശുദ്ധയാണല്ലോ വിശുദ്ധ ആഗ്നസ്. വിശുദ്ധ ആഗ്നസിന്റെ ജീവിത പശ്ചാത്തലം ഒന്ന് വിവരിച്ചു തരാമോ? വിശുദ്ധ ആഗ്നസ് വിശ്വാസത്തിനും ചാരിത്രത്തിനും വേണ്ടി ജീവൻ സമർപ്പിച്ച വിശുദ്ധ എന്നാണ് അറിയപ്പെടുന്നത്. ഈ വിശുദ്ധയുടെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നമുക്കറിയുന്നതിന് വേണ്ടിയിട്ട് ലത്തീൻ റീത്തിലുള്ള ആരാധനാക്രമത്തിലേക്ക് കടന്നാൽ മതി. ലത്തീൻ റീത്തിൽ ആരാധനാക്രമത്തിൽ വലിയ വിശുദ്ധർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ, ക്യാനൻസ് എന്നാണ് അതിന് പറയുന്നത്. ക്യാനൻസ് ഉണ്ട്, അവർക്ക് വേണ്ടി മാത്രമുള്ള പ്രത്യേകമായ യൂക്രിസ്റ്റിക് പ്രെയർ ക്യാനൻസ് ഉണ്ട്, അവർക്കായിട്ട് ആ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രത്യേകമായ ക്യാനൻസ് ഉള്ളത് 7 വനിതകൾക്കാണ്. പരിശുദ്ധ അമ്മ ഉൾപ്പെടെ 7 പേർക്കാണ് പ്രത്യേകമായ പ്രാർത്ഥനകൾ ഉള്ളത് ലത്തീൻ ആരാധനാക്രമത്തിൽ. ആ 7 പേരിൽ ഒരാളാണ് വിശുദ്ധ ആഗ്നസ്. അപ്പോൾ ആ വിശുദ്ധയുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമുക്ക് അനുമാനിക്കാമല്ലോ. 290 റോമിലാണ് വിശുദ്ധ ആഗ്നസ് ജനിക്കുന്നത്. റോമിലെ ഒരു പ്രഭു കുടുംബത്തിൽ പല പ്രവിശ്യകൾ റോമിലുണ്ട്, പല പ്രവിശ്യകളായിട്ട്. അതിലോരോ പ്രവിശ്യയ്ക്കും ഓരോ പ്രീഫെക്റ്റിനെ നിയമിക്കും. അത്തരം അവർ പിന്നീട് ആ ഒരു സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് അവർ പ്രഭു കുടുംബങ്ങൾ അല്ലെങ്കിൽ മാടമ്പികൾ, പട്രീഷ്യൻസ് എന്നറിയപ്പെടുക അവർ. അതവർക്ക് ആ സമൂഹത്തിൽ അവർക്ക് വലിയ സ്ഥാനമാണുള്ളത്. അത് പാരമ്പര്യമായിട്ട് അവർക്ക് പകർന്നു കിട്ടിയിട്ടുള്ള വലിയ സമ്പന്നർ. അങ്ങനെ ഉള്ള ഒരു സമ്പന്ന കുടുംബത്തിൽ, ഒരു പട്രീഷ്യൻ കുടുംബത്തിലാണ് വിശുദ്ധ ആഗ്നസ് ജനിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ട് സുഖസൗകര്യങ്ങളുടെ നടുവിലേക്ക് സ്വർണ്ണ സ്പൂണുമായിട്ട്, കരണ്ടിയുമായിട്ട് ജനിച്ചു എന്ന് നമുക്ക് പറയാം. അവൾ ചെറുപ്പത്തിൽ അവളെ ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആയമാരെ ഏർപ്പെടുത്തും, ജോലിക്കാരെ ഏർപ്പെടുത്തും. ആ ജോലിക്കാർ ഗ്രീക്ക് നിന്നുള്ളവരാണ്. കാരണം അവർക്ക് ഗ്രീക്കിൻ്റെ സംസ്കാരത്തിൽ നല്ല വിദ്യാഭ്യാസമുണ്ട്. അതുകൊണ്ട് അവരുടെ പരിചരണം ഇവർക്ക് ലഭിക്കുമ്പോൾ ഇവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടും, കുട്ടികൾക്കും. അങ്ങനെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ എല്ലാം നടുവിലാണ്. അവളുടെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായിരുന്നു. 290 ധാരാളം പേര് ക്രിസ്ത്യാനികളായി. അതുകൊണ്ട് അവളുടെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായിരുന്നു. അപ്പോൾ നല്ല പാരമ്പര്യത്തിൽ, വിശ്വാസത്തിൽ, സമർപ്പണ ജീവിതത്തിൽ അതായിരുന്നു അവളുടെ കുടുംബ പശ്ചാത്തലം, അവൾ ജീവിച്ച അന്തരീക്ഷം. അപ്പോൾ വിശ്വാസത്തിൽ അവൾ പതുക്കെ കരുത്ത് പ്രാപിച്ചു. അവൾക്ക് സാമ്പത്തികമായ ഏറ്റവും സുരക്ഷിതത്വമുള്ള കുടുംബത്തിൽ അവൾ വന്നു പിറന്നു, ജീവിച്ചു. അവൾക്ക് നല്ല പരിചരണം ലഭിച്ചു. അങ്ങനെ ഒരു പശ്ചാത്തലമാണ് വിശുദ്ധ ആഗ്നസിനുണ്ടായിരുന്നത്. അധികാരവും സമ്പത്തും നിറഞ്ഞ പ്രഭു കുടുംബത്തിലെ ജീവിതം വിശുദ്ധ ആഗ്നസിന് ഉയർന്ന വിദ്യാഭ്യാസം സ്വന്തമാക്കുവാനും ഉന്നത പെരുമാറ്റശീലം നേടുവാനും അവസരം നൽകി. ഒരു ഗ്രീക്ക് സ്ത്രീയുടെ ശിക്ഷണത്തിൽ വളർന്ന വിശുദ്ധ ആഗ്നസിന് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ചെറുപ്പം മുതലേ സാധിച്ചിരുന്നു. സൗന്ദര്യത്തിലും ബുദ്ധിവൈഭവത്തിലും ഒരേപോലെ മുന്നിലായിരുന്ന വിശുദ്ധ ആഗ്നസ് ആരാധനയും വിശ്വാസവും ജീവിതത്തോട് ചേർത്ത് വയ്ക്കുകയും വിശുദ്ധിയോടെ വചനത്തെ പിൻഗമിക്കുകയും ചെയ്യുവാനും പരിശീലിച്ചിരുന്നു. പിതാവേ, വിശ്വാസത്തിനും ചാരിത്രത്തിനും വേണ്ടി രക്തസാക്ഷിയായ ഒരു വിശുദ്ധയാണല്ലോ വിശുദ്ധ ആഗ്നസ്. ഈ വിശുദ്ധയുടെ ജീവിതം എപ്രകാരമുള്ളതായിരുന്നു? വിശുദ്ധ ജീവിച്ചിരുന്ന ആ കാലഘട്ടം, അതായത് 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അവൾക്ക് ഇന്ന് ഉള്ള മഠമൊന്നുമില്ലല്ലോ. അന്ന് ഇതുപോലുള്ള സന്യാസ ജീവിതമില്ല. ഇന്ന് സന്യാസ മഠങ്ങൾ, നിരവധി മഠങ്ങളില്ലേ അല്ലേ? നമ്മുടെ എല്ലാ ഇടവകയിലും മഠങ്ങളില്ലേ? അങ്ങനെയുള്ള കോൺഗ്രിഗേഷൻസ്, സന്യാസ സമൂഹങ്ങൾ അക്കാലത്ത് ഇല്ലായിരുന്നു. എങ്കിലും ആ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ആളുകളുണ്ട്, കന്യകമാരുണ്ടായിരുന്നു. അവരുടെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജീവിക്കുന്ന ധാരാളം കന്യകമാർ. ആ കാലഘട്ടത്തിൽ റോമിലെ ജീവിതം വളരെ മോശമായിരുന്നു. പൊതുവായിട്ട് സുഖലോലുപത, ആഡംബരങ്ങൾ, അധാർമികമായ ജീവിതം, അത് അവരെ പലപ്പോഴും തളർത്തിയിരുന്നു. ക്രൈസ്തവ വിശ്വാസികളെ. ക്രൈസ്തവ ജീവിതത്തിൽ ക്രിസ്ത്യാനികളാകുന്നവർക്ക് പിന്നെ വ്യഭിചാരത്തിന്, മദ്യപാനത്തിന്, മോഷണത്തിന്, അധാർമിക ജീവിതത്തിന് ഒന്നും തന്നെ പോകാൻ പറ്റുകയില്ല. അവർ പോവുകയില്ലല്ലോ.
അപ്പോൾ യേശു പഠിപ്പിച്ച സത്യത്തിൻ്റെ നീതിയുടെ മാർഗമുണ്ട്. അതുകൊണ്ട് അന്നുണ്ടായിരുന്ന സാധാരണക്കാരായ ഈ അരാജകത്വത്തിൽ, ഈ സുഖലോലുപതയിൽ, അധാർമികതയിൽ ജീവിച്ചിരുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നില്ല ഈ ക്രിസ്ത്യാനികൾ എന്താണ് അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർ വിചാരിച്ചു ക്രിസ്ത്യാനികൾ റോമിനെതിരാണ്. അവർ ബലിയർപ്പിക്കുന്നതിനൊക്കെ ആയിട്ട് ഭൂഗർഭ ആലയങ്ങളിലാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെയായിരുന്നു ക്രിസ്ത്യാനികളെ അടക്കിയിരുന്നത്, സംസ്കരിച്ചിരുന്നത് അവിടെയാണ്. അത്തരം ആലയങ്ങളിൽ അവർ ഒരുമിച്ച് കൂടുമായിരുന്നു. സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം ഇവരിവിടെ പോകുന്നുണ്ടെന്നും എന്തിനോ സമ്മേളിക്കുന്നുണ്ടെന്നും. എന്തിനായിരുന്നു അവർ പോയിരുന്നത്? വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ആളുകൾ വിചാരിച്ചു റോമൻ സാമ്രാജ്യത്തിനെതിരായിട്ട് കരുക്കൾ നീക്കുന്നതിനാണ്. അതൊക്കെ സംശയം അവരിൽ നേതൃത്വം ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ അവിടെ ഈ ആളുകൾ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് വിശുദ്ധ ആഗ്നസ് ജീവിക്കുക. അപ്പോൾ ആദിമ ക്രിസ്ത്യാനികൾ വിശുദ്ധിക്ക് വേണ്ടി ജീവിച്ചു. ഈശോ പഠിപ്പിച്ച വിശുദ്ധി മത്തായി സുവിശേഷം 5:48, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. 10 കൽപ്പനകൾ ഈശോ വളരെ കൃത്യതയോടുകൂടി വിശകലനം ചെയ്ത് വ്യാഖ്യാനിച്ച് നൽകി. കൊല്ലരുത്, 5ാമത്തെ പ്രമാണം. നിങ്ങളൊരാളുടെ കുറ്റം പോലും പറയരുത്, മറ്റുള്ളവരെ വിധിക്കരുത്, അവർക്കെതിരെ അനാവശ്യമായിട്ട് പറയരുത്, പറഞ്ഞാൽ അവർക്ക് നിത്യനരകാഗ്നി, നിങ്ങളുടെ വാക്കുകൾ അതെ അല്ല എന്നായിരിക്കട്ടെ. ഇങ്ങനെയുള്ള ഈശോയുടെ വാക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി ജീവിച്ച, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ, വിശുദ്ധിക്ക് വേണ്ടി ജീവിച്ച ഒരു സമൂഹം, അതാണ് ക്രിസ്ത്യാനികൾ. അതായത് അധാർമികമായി ജീവിക്കുന്ന പൊതു റോമൻ സമൂഹം, അവിടെ പുളിമാവ് പോലെ വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹം. അപ്പോൾ അതിൽ ആകൃഷ്ടരായിട്ട് യുവതികൾ സമർപ്പണ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ സമർപ്പിച്ച ഒരു പെൺകുട്ടിയാണ് ആഗ്നസ്. അവൾ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളുടെ ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് മനസ്സിലാക്കി പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പഠിച്ച് ഇങ്ങനെ സ്വയം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച ആ സമർപ്പണ ജീവിതത്തിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു വിശുദ്ധ ആഗ്നസ്. അതാണ് അവളുടെ ജീവിതത്തിൽ, അതായത് തൻ്റെ ജീവൻ മുഴുവൻ ഒരു കന്യകയായിട്ട് യേശുവിനായിട്ട് ബലിയർപ്പിച്ചു ആ പെൺകുട്ടി. വിഗ്രഹാരാധന മുതൽ അസാൻമാർഗിക ജീവിതശൈലി കൊണ്ട് പ്രാകൃത ജീവിതം നയിച്ചുകൊണ്ടിരുന്ന റോമക്കാർക്കിടയിൽ ക്രൈസ്തവർ വ്യത്യസ്തരായി നിലനിന്നു. തങ്ങളുടെ വിശ്വാസങ്ങളെ സ്വീകരിക്കാതെ അകന്നു നിന്ന ക്രിസ്തു വിശ്വാസികളെ ശത്രുക്കളായാണ് റോമൻ ജനത കണ്ടത്. അക്കാലത്ത് രാജ്യത്തുണ്ടാകുന്ന മഹാവിപത്തുകൾക്ക് കാരണം ക്രിസ്ത്യാനികളാണെന്ന് പ്രചരിപ്പിച്ച് പ്രതികാര നടപടിയായി വിശ്വാസികളെ അവർ സിംഹത്തിന് എറിഞ്ഞുകൊടുക്കുമായിരുന്നു. അക്കാലത്ത് ശരീരത്തിലും ആത്മാവിലും പരിശുദ്ധി പാലിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച നിരവധി യുവതികൾ ക്രൈസ്തവരുടെ ഇടയിലുണ്ടായിരുന്നു. ഇവർ ദൈവത്തിൻ്റെ പരിചാരികമാർ എന്നറിയപ്പെട്ടു. ഇപ്രകാരം സ്വയം സമർപ്പിച്ച കന്യകകളിൽ ഒരാളായിരുന്നു വിശുദ്ധ ആഗ്നസ്. കഠിനമായ മതമർദ്ദനങ്ങളുടെ നടുവിൽ യേശുവിൻ്റെ പ്രബോധനങ്ങളും വിശ്വാസങ്ങളും മറ്റുള്ളവരുമായി വിശുദ്ധ ആഗ്നസ് പങ്കുവച്ചു. അറിവില്ലാത്തവരെ പഠിപ്പിക്കുവാനും രോഗികളെ ശുശ്രൂഷിക്കുവാനും വഴിതെറ്റിയവരെ ക്രിസ്തുപാതയിലേക്ക് ആനയിക്കുവാനും വിശുദ്ധ ആഗ്നസിന് സാധിച്ചു. പിതാവേ, വിശുദ്ധ ആഗ്നസിൻ്റെ ജീവിതത്തിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു? വിശുദ്ധ ആഗ്നസ് തൻ്റെ ഈ സമർപ്പിച്ച, ഇന്ന് നമ്മുടെ സിസ്റ്റേഴ്സ് ധാരാളം ജോലികൾ ചെയ്യുന്നില്ലേ, സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ മറ്റ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ലേ, ആശുപത്രികളിൽ ജോലി ചെയ്യുന്നു, നമ്മുടെ വീടുകളൊക്കെ സന്ദർശിക്കുമല്ലോ അവർ, അല്ലേ, നമ്മുടെ കുടുംബങ്ങളൊക്കെ സന്ദർശിക്കും, കുടുംബ കൂട്ടായ്മകളിലൊക്കെ അവർ വരികയല്ലേ. അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനം അത് വിശുദ്ധ ആഗ്നസ് തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചു. വിശുദ്ധ ആഗ്നസും അങ്ങനെ തന്നെ പ്രവർത്തിച്ചു. അവർ അറിവില്ലാത്തവരെ പഠിപ്പിച്ചു. അന്നത്തെ കാലത്ത് വിശുദ്ധ നല്ല പഠിക്കുവാനുള്ള അന്തരീക്ഷത്തിലല്ലേ വളർന്നു വന്നത്. അതുകൊണ്ട് അവൾ അറിവില്ലാത്തവരെ അവൾ പഠിപ്പിച്ചു. അപ്രകാരം തന്നെ വഴി തെറ്റുന്ന ആളുകളെ അവൾ മാനസാന്തരത്തിലേക്ക് അവൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പാപികളായിട്ടുള്ള ആളുകളെ അവർ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. അവൾ ഈശോയെക്കുറിച്ച് അജ്ഞരായിട്ടുള്ള ആളുകളോട്, ഈശോയെ അറിയത്തില്ലാത്ത ആളുകൾ റോമിൽ ധാരാളം, അവരോട് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈശോയെക്കുറിച്ച് അവർ പഠിപ്പിച്ചു. അങ്ങനെ ഈ ആതുരാലയങ്ങളിൽ രോഗികളായിട്ടുള്ള ആളുകളുടെ അവരുടെ വീട്ടിൽ ചെന്ന് ഇവൾ ശുശ്രൂഷിച്ചു, ജീവിതം സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷിച്ചു. വഴിതെറ്റിയവരെ ആളുകളെ അതിൽ നിന്ന് തിരികെ കൊണ്ടുവരുവാൻ അവരോട് ഈശോയെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് തിരികെ കൊണ്ടുവന്നു. ഇങ്ങനെ മാനസാന്തരത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്നു.
ഇങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ അവൾ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ശക്തമാക്കുവാൻ, ആ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ 13 വയസ്സ് പോലും ഇല്ല, ആ കാലഘട്ടത്തിൽ ഒരു കന്യകയായിട്ട് സ്വയം സമർപ്പിച്ച് അങ്ങനെ വളർന്ന് ആ സമർപ്പണത്തിൽ തീഷ്ണതയോടുകൂടി അവൾക്ക് ജീവിക്കുവാൻ സാധിച്ചു. ഭൗതിക സുഖങ്ങൾ വെടിഞ്ഞ് ആത്മാവിനെ യേശുവിൽ അർപ്പിച്ച് വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന ആഗ്നസിൻ്റെ സൗന്ദര്യത്തിൽ പ്രഭുകുമാരനായ പ്രോക്കസ് ആകൃഷ്ടനായി. വിലയേറിയ സമ്മാനങ്ങളുമായി ആഗ്നസിൻ്റെ ഭവനത്തിലെത്തി വിവാഹ അഭ്യർത്ഥന നടത്തിയെങ്കിലും ആഗ്നസ് അത് നിരാകരിച്ചു. യേശുവാണ് എൻ്റെ മണവാളൻ, എൻ്റെ മുഴുവൻ സ്നേഹത്തോടെയും ഞാൻ അദ്ദേഹത്തിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് മറുപടി നൽകി പ്രോക്കസിനെ മടക്കി അയക്കുകയും ചെയ്തു. ചെറുപ്പത്തിൽ തന്നെ യേശുവിനെ തൻ്റെ മണവാളനായി സ്വീകരിച്ച ആഗ്നസ് ഒരു ക്രിസ്തുമത വിശ്വാസിയാണെന്ന് തിരിച്ചറിയുകയും പ്രിഫെക്റ്റിൻ്റെ കോപത്തിന് പാത്രമാവുകയും ചെയ്തു. പിതാവേ, വിശുദ്ധ ആഗ്നസ് തൻ്റെ വിശ്വാസ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികൾ എപ്രകാരമുള്ളതായിരുന്നത് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരാമോ? അന്ന് വളരെ നേരത്തെ തന്നെ വിവാഹം കഴിക്കും. 12-13 വയസ്സ് ആകുമ്പോൾ വിവാഹ പ്രായം കുട്ടികൾ. ഇവളുടെ പ്രത്യേകമായിട്ട് ഈ വിശുദ്ധ ആഗ്നസിൽ അവളുടെ സൗന്ദര്യം കണ്ടിട്ട് ഇതുപോലെ തന്നെ ഇവളൊരു പ്രീഫെക്റ്റ്, ഒരു പട്ടീഷ്യൻ കുടുംബത്തിലുള്ളവരായിരുന്നല്ലോ, അതേ റാങ്കിലുള്ള അതിനേക്കാൾ സമൂഹത്തിൽ വളരെ സ്ഥാനമുണ്ടായിരുന്ന മറ്റൊരു പ്രീഫെക്റ്റിൻ്റെ മകൻ പ്രോക്യൂസ് എന്ന മകൻ ഇവളിൽ ആകർഷിക്കപ്പെട്ടു. വിവാഹം കഴിക്കണം, ഇവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സമീപിച്ചു. ആ വിവാഹാലോചന നടത്തിയപ്പോൾ ഇവൾ പറഞ്ഞു, എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല, ഞാൻ ഒരു രാജകുമാരനെ സ്നേഹിച്ചുപോയി, ഇനി എനിക്ക് രാജകുമാരനെ ഉപേക്ഷിക്കാൻ കഴിയുകയില്ല. ഞാൻ വലിയ കുറേ വിലയേറിയ അമൂല്യമായിട്ടുള്ള രത്നങ്ങളും സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് ഇദ്ദേഹം വന്നത്. അദ്ദേഹം വന്നപ്പോൾ അങ്ങനെ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇതിനേക്കാൾ വലിയ സമ്മാനം തന്ന ഒരു രാജകുമാരൻ എനിക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഇക്കാര്യം മാത്രം പറയരുത്, ഞാൻ ആ രാജകുമാരന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ഈ മണവാളൻ ചോദിച്ചു, എന്താണ് ആ രാജകുമാരൻ്റെ പേര്? ആ രാജകുമാരൻ്റെ പേരാണ് ഈശോ, യേശു ക്രിസ്തു എന്നവൾ പറഞ്ഞപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. എന്നോ കുരിശിൽ മരിച്ച ഒരു ചങ്ങാതി ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ജീവൻ സമർപ്പിക്കുകയാണോ? ഇവൾക്കെന്താ ഭ്രാന്തുണ്ടോ? ഇവളൊരു ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇക്കാര്യം ഈ മണവാളൻ ചെന്ന് പിതാവിനോട്, പ്രീഫെക്റ്റിനോട് പറഞ്ഞു, ആഗ്നസ് എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നില്ല. ഒരു ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞപ്പോൾ, മതമർദ്ദനം നടക്കുന്ന കാലഘട്ടം, അവളെ കോടതിയിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. കോടതിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവളോട് ഇപ്രകാരം പറഞ്ഞു, നീ ഇതിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് പിന്മാറണം, എൻ്റെ മകനെ വിവാഹം കഴിക്കണം. അവൾ പറഞ്ഞു, ഒരിക്കലും സാധിക്കുകയില്ല, ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചതാണ്, മറ്റാർക്കും വേണ്ടി സമർപ്പിച്ചതല്ല, അതുകൊണ്ട് ഒരിക്കലും അത് സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അത് തൻ്റെ മകൻ്റെ ഒരു ആഗ്രഹം, ഇത്രയും സ്ഥാനമാനങ്ങളുള്ളതല്ല, തൻ്റെ മകൻ്റെ ഒരു ആഗ്രഹം അവിടെ ഒരിക്കലും സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ജയിലിൽ അടയ്ക്കാൻ കൽപ്പിച്ചു. അങ്ങനെ ആ ചാരിത്രത്തിന് വേണ്ടിയിട്ട് അവൾ ജയിലിൽ അടയ്ക്കപ്പെടുകയാണ് ചെയ്തത്. ജയിലിൽ അടയ്ക്കുന്ന ആ അവസരത്തിലും പിന്നീടും ഈ വ്യക്തി, ഈ മണവാളൻ, ഈ പ്രീഫെക്റ്റിൻ്റെ മകൻ വീണ്ടും അവളെ സമീപിച്ച് അവൾ ആ ജയിലിൽ അവളെ സമീപിച്ചു. ജയിലിലുള്ള മറ്റധികാരികൾ അവളെ കടന്നാക്രമിക്കുന്നതിന്, അവളുടെ ചാരിത്രം കവർന്നെടുക്കുന്നതിനുള്ള അവസരം അവിടെ ഉണ്ടാക്കി. അങ്ങനെ അവളെ തനിയെ ആ ജയിലറയിലായിരിക്കുമ്പോൾ ഇയാൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. പക്ഷേ ഉള്ളിലേക്ക് പ്രവേശിച്ചെങ്കിലും അവളെ ഒന്ന് സ്പർശിക്കുവാൻ പോലും സാധിച്ചില്ല. അപ്രകാരമാണ് ദൈവം അവളെ സംരക്ഷിച്ചത്. അതുകൊണ്ട് ഇയാൾ പെട്ടെന്ന് തന്നെ ഒരാഘാതമുണ്ടായിട്ട് അവിടെ വീണു മരിച്ചു. ഇതറിഞ്ഞ പിതാവ് വേഗം വന്നു, നീ എന്താണ് എൻ്റെ മകനോട് ചെയ്തത്? നിന്നിൽ എന്തോ ദൈവികമായ ശക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കിയ. അപ്പോൾ മകൻ മരിച്ചു കഴിയുമ്പോൾ, ചെറുപ്പക്കാരനായ മകൻ മരിച്ചു കഴിയുമ്പോൾ ആ പിതാവിന് എന്തുമാത്രം വിഷമമാണ് ഉണ്ടാകുന്നത്. ആ പിതാവ് അവളോട് പറഞ്ഞു, നിന്നിൽ എന്തോ പ്രത്യേക ശക്തിയുണ്ട്, നീ എൻ്റെ മകനെ ഉയർപ്പിക്ക്, ജീവൻ കൊടുക്കാൻ പറഞ്ഞു. ആഗ്നസ് പ്രാർത്ഥിച്ചു, അയാൾക്ക് ജീവൻ ലഭിച്ചു. അയാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഒരു സത്യദൈവമേ ഉള്ളൂ. ആ മണവാളൻ പറഞ്ഞു, ഒരു സത്യദൈവമേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്, അവനിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് എത്രയോ അത്ഭുതകരമാണ്. അവളുടെ ചാരിത്രം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ
ദൈവം അവളെ സംരക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ പുത്രനുണ്ടായ അഭിമാനക്ഷതത്തിൽ കോപിഷ്ഠനായ പ്രിഫെക്റ്റ് നിരവധി പ്രതികാര നടപടികൾ വിശുദ്ധ ആഗ്നസിനെതിരെ തുടങ്ങിവെച്ചു. ചങ്ങലയും കൈപ്പൂട്ടുകളും കൊണ്ട് ബന്ധിക്കുകയും ദൈവദൂഷണ കുറ്റം ചുമത്തി വേശ്യാലയത്തിൽ അടയ്ക്കുകയും ചെയ്തു. ഒട്ടും ഭയക്കാതിരുന്ന വിശുദ്ധ ആഗ്നസ് തൻ്റെ മണവാളനായ യേശു തന്നെ കാത്തുകൊള്ളും എന്നുറച്ചു വിശ്വസിക്കുകയും അപകടവേളകളിൽ ദൈവത്തിൻ്റെ കരങ്ങൾ അത്ഭുതകരമായി ഇടപെടുകയും വിശുദ്ധയെ സംരക്ഷിച്ചു പോരുകയും ചെയ്തിരുന്നു. ഒരു പ്രകാശവലയം ആഗ്നസിന് ചുറ്റും പ്രത്യക്ഷപ്പെടുകയും അശുദ്ധ വിചാരങ്ങളുമായി അവളെ സമീപിച്ചവർ ഭയന്നോടുകയും ചെയ്തു. തുടർന്ന് വിശുദ്ധ ആഗ്നസിൻ്റെ കാരാഗൃഹത്തിലേക്ക് ദുരാഗ്രഹവുമായി വന്ന പ്രോക്കസിൻ്റെ ജീവൻ സ്വർഗത്തിൽ നിന്നും വന്ന ഒരു മിന്നൽ പിണർ കവർന്നെടുത്തു. വിശുദ്ധ ആഗ്നസിൻ്റെ പ്രാർത്ഥനയിൽ പ്രോക്കസിന് ജീവൻ തിരിച്ചു ലഭിച്ചെങ്കിലും റോമിലെ ജനങ്ങൾ അവളെ ഒരു ദുഷ്ടമന്ത്രവാദിനിയായി ചിത്രീകരിച്ചു. ദേവന്മാരെ വണങ്ങാത്ത ആഗ്നസ് മരിക്കണമെന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. തുടർന്ന് ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ച് പ്രിഫെക്റ്റായ അസ്പാസിയൂസിൻ്റെ ആജ്ഞയനുസരിച്ച് അഗ്നിക്ക് ഇരയാക്കുവാൻ ഒരുങ്ങിയെങ്കിലും അതിൽ നിന്നെല്ലാം വിശുദ്ധ അത്ഭുതകരമായി രക്ഷപ്പെടുകയുണ്ടായി. ഒടുങ്ങാത്ത ജനരോഷം ആഗ്നസിനെതിരെ വീണ്ടും ആളിക്കത്തുകയും ഒടുവിൽ ജനത്തെ ഭയന്ന് ആ ന്യായാധിപൻ വിശുദ്ധയെ വാളിനിരയാക്കുകയുമായിരുന്നു. പിതാവേ, വിശുദ്ധ ആഗ്നസിന്റെ രക്തസാക്ഷിത്വം എപ്രകാരമായിരുന്നു? വിശുദ്ധ ആഗ്നസ് ഇതുപോലെ ഈ പ്രീഫെക്റ്റ് ഇതുപോലെയുള്ള മകൻ പോലും മാനസാന്തരപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രീഫെക്റ്റ് ഒരു ഉത്തരവിട്ടു. ഇവളെ വിവസ്ത്രയാക്കിക്കൊണ്ട് വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു വേശ്യാലയത്തിലേക്ക് പറഞ്ഞയക്കാൻ. അപ്പോൾ അവളുടെ ചാരിത്രത്തിന് വേണ്ടിയാണല്ലോ അവൾ ജീവിച്ചത്. ഒരു കന്യകയായിട്ട് ജീവിക്കണം എന്നല്ലേ അവളുടെ ആഗ്രഹം. അത് നശിപ്പിക്കപ്പെടട്ടെ എന്ന് കരുതി അവളെ അവളുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റുവാനും വേശ്യാലയത്തിലേക്ക് പറഞ്ഞു വിടുവാനും നിർദ്ദേശിച്ചു. വിശുദ്ധ തെർത്തുല്യൻ പറയുന്നുണ്ട്, വിശുദ്ധ ആഗ്നസ് ചാരിത്രത്തിനു വേണ്ടി തീഷ്ണതയോടുകൂടി നിന്നപ്പോൾ അവളെ വേശ്യാലയത്തിലേക്ക് പറഞ്ഞു വിട്ട വേശ്യാലയത്തിലെ ആളുകൾ പോലും വിശ്വാസം സ്വീകരിച്ച് എത്രയോ അത്ഭുതകരമായിരിക്കുന്നുവെന്ന് ഈ ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഒരുത്തർക്കും ഈ ഒരു കന്യകയായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ കന്യാത്വത്തെ തകർക്കാൻ ഒരു ശക്തിക്ക് സാധിക്കുകയില്ല എന്ന് വിശുദ്ധ തെർത്തുല്യൻ സമർത്ഥിക്കുകയാണ് വിശുദ്ധ ആഗ്നസിൻ്റെ ജീവിതം എടുത്തിട്ട്. ആ വേശ്യാലയത്തിലുള്ള ആളുകൾ അവളെ സമീപിക്കാൻ പോലും സാധിച്ചില്ല. അത്രയധികം കർത്താവ് അവളെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഒരു വെളുത്ത വസ്ത്രം മാലാഖമാരവളെ ധരിപ്പിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഇവളെ സമീപിക്കുവാനോ അവളുടെ ചാരിത്രത്തെ കവർന്നെടുക്കുവാനോ ആർക്കും സാധിച്ചില്ല. അതുകൊണ്ട് ആ വേശ്യാലയത്തിലൊന്നും അവൾ തകർക്കപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവളെ കൊല്ലുവാൻ ആഗ്രഹിച്ചില്ല പ്രീഫെക്റ്റ്. അതുകൊണ്ട് പ്രീഫെക്റ്റ്, കാരണം തൻ്റെ മകനെ ഉയർപ്പിച്ച വ്യക്തിയല്ലേ, എങ്ങനെയാണ് ഇവളെ കൊല്ലാൻ ഇനി പറയുക? അതുകൊണ്ട് പ്രീഫെക്റ്റിൻ്റെ അടുത്തേക്ക് അവളെ പറഞ്ഞയച്ചു. പ്രീഫെക്റ്റ് അവളോട് വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുവാനും പ്രീഫെക്റ്റിൻ്റെ മകനെ വിവാഹം കഴിക്കുവാനും ആവശ്യപ്പെട്ടെങ്കിലും അവൾ തയ്യാറായില്ല. അതുകൊണ്ട് അവൾ ഈ പ്രീഫെക്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഗളച്ഛേദം ചെയ്യപ്പെട്ടു. അവളെ കഴുത്തറുത്ത് കൊല്ലുവാൻ നിർദ്ദേശം കൊടുത്തു. വാളുമായിട്ട് നിൽക്കുന്ന പട്ടാളക്കാരൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി വിശുദ്ധ എസ്തപ്പാനീസിനെ പോലെ വിശുദ്ധ ആഗ്നസ് പ്രാർത്ഥിച്ചു. ഈ അമൂല്യമായ നിമിഷം നീ എനിക്ക് തന്നതിന് നന്ദി. എൻ്റെ ശരീരത്തെ തൊടുവാൻ പോലും നീ ഇവർക്ക് അവസരം കൊടുത്തില്ലല്ലോ. നിന്നെ ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതം സമർപ്പിക്കുവാനുള്ള കൃപ നീ എനിക്ക് നൽകിയല്ലോ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിനെ മണവാളനായി സ്വീകരിച്ചുകൊണ്ട് അവൾ ആരാച്ചാരോട് പറഞ്ഞു, എന്നെ വധിക്കുക. തല കുനിച്ചു കൊടുത്തു. അപ്പോൾ ആരാച്ചാർ അവളെ വധിച്ചു. അങ്ങനെ അവൾ രക്തസാക്ഷി. പിതാവേ, ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ആഗ്നസിൻ്റെ വിശ്വാസ ദൈവത്തിൻ്റെ പ്രസക്തി എപ്രകാരമാണെന്ന് ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരാമോ? 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് അവൾ മരിക്കുന്നത്. 313 സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ആ കാലഘട്ടത്തിൽ സജീവമായി നിന്ന ഈ പെൺകുട്ടി, 13 വയസ്സുള്ള പെൺകുട്ടി, സഭയ്ക്ക് വേണ്ടി തൻ്റെ കന്യാത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി രക്തസാക്ഷിണിയായി തീർന്നു എന്നുള്ളത് അവിടെയുള്ള എല്ലാവർക്കും അറിയാം.
അതുകൊണ്ട് ഇവളെ സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ തന്നെ ഇവളെ വധിച്ച ആ സ്ഥലത്ത് ഒരു വലിയ ദേവാലയം സ്ഥാപിച്ചു. അവിടെ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ആഗ്നസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ കുഞ്ഞാടെന്നാണ്. അപ്പോൾ അവളെ പ്രാർത്ഥിക്കാനായിട്ട് നവംബർ 25-ാം തീയതിയാണ് അവളുടെ തിരുനാൾ. ഈ പ്രാർത്ഥിക്കുന്ന ഈ തിരുനാളിനോട് ചേർന്ന് ആളുകളെല്ലാം ഈ ദേവാലയത്തിൽ ഇപ്പോഴും വരും. ഇപ്പോഴുമുള്ള ഇതാണ്. അവിടെ 2 ആടുകളെ കൊണ്ടുവരും. ആടുകളെ കൊണ്ടുവന്ന് മദ്ബഹായിൽ നിർത്തും. മദ്ബഹായിൽ നിർത്തിയ ശേഷം എല്ലാവരും പ്രാർത്ഥിക്കും. കാരണം ഈ കന്യാത്വത്തിൻ്റെ ചാരിത്രത്തിൻ്റെ പ്രതീകമാണ് ഈ കുഞ്ഞാടുകൾ. ഈ കുഞ്ഞാടുകളെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം ഈ കുഞ്ഞാടുകളെ മാർപ്പാപ്പയ്ക്ക് കൊടുക്കും. മാർപ്പാപ്പ ഈ കുഞ്ഞാടുകളെ അവിടെ വളർത്തുവാൻ പ്രത്യേകമായി നിർദ്ദേശം നൽകി അതിനെ വളർത്തും. ഈ കുഞ്ഞാടുകളിൽ നിന്ന് എല്ലാ വർഷവും ലഭിക്കുന്ന ഈ 2 കുഞ്ഞാടുകളെ വളർത്തി ആ കുഞ്ഞാടുകളുടെ രോമം എടുത്തിട്ടാണ്, ഈ ആടിൻ്റെ രോമം എടുത്തിട്ടാണ് മാർപ്പാപ്പ ആർച്ച് ബിഷപ്പുമാർക്കൊക്കെ നൽകുന്ന പാലിയം പ്രത്യേകമായൊരു വാസ്ത, ആ പാലിയം നൽകുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നത് ഈ രോമത്തിൽ നിന്നാണ് ഇപ്പോഴും. അപ്പോൾ ആ ഒരു പാരമ്പര്യം എത്ര ശക്തമായിട്ട് നൂറ്റാണ്ടുകൾ നിൽക്കുകയാണ്. അപ്പോൾ രക്തസാക്ഷിത്വത്തെ, അതും കന്യാത്വത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട രക്തസാക്ഷിത്വത്തെ സഭ എത്രമാത്രം വിലമതിക്കുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മരണശിക്ഷയ്ക്കായി കഴുത്ത് നീട്ടിക്കൊടുക്കുമ്പോഴും വിശുദ്ധ ആഗ്നസ് ആത്മവിശ്വാസത്തോടെ വചിച്ചു, നിങ്ങളുടെ വാൾ എൻ്റെ രക്തം കൊണ്ട് മലിനമായേക്കാം, എന്നാലും ക്രിസ്തുവിന് പ്രതിഷ്ഠിതമായ എൻ്റെ ശരീരത്തെ മലിനമാക്കാൻ കഴിയുകയില്ല. കന്യകമാരുടെ മഹത്വത്തെ വിശുദ്ധ ആഗ്നസ് രക്തസാക്ഷിത്വം കൊണ്ട് മകുടം ചാർത്തി. വിശ്വസിക്കുന്നവരുടെ കൂടെ ദൈവം രക്ഷയായി പ്രവർത്തിക്കുമെന്ന പ്രത്യാശയുടെ സന്ദേശം വിശുദ്ധ നമുക്ക് നൽകുന്നു. കന്യകയും രക്തസാക്ഷിണിയുമായ റോമായിലെ ആഗ്നസ് അതിപുരാതനമായ കാനൻ കുർബാനയിൽ അനുസ്മരിക്കപ്പെടുന്ന 7 കന്യകമാരായ വിശുദ്ധരിൽ ഒരാളാണ് എന്നത് വിശുദ്ധയുടെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക, അങ്ങനെയുള്ളവർക്ക് 100 ഇരട്ടി പ്രതിഫലം നൽകുമെന്ന അവിടുത്തെ വാക്കുകൾ അന്വർത്ഥമാകുകയാണ് വിശുദ്ധ ആഗ്നസിൻ്റെ രക്തസാക്ഷിത്വത്തെ പറ്റി ധ്യാനിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴും വിശുദ്ധ ആഗ്നസ് ചാരിത്ര സംരക്ഷണത്തിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുകയാണ്. കന്യകമാരുടെ സംരക്ഷകയായിട്ട് വിശുദ്ധ നിൽക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ വിശുദ്ധിക്ക് പ്രാധാന്യം പതുക്കെ അപ്രത്യക്ഷമാകുന്നത് വേദനയോടെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ആധുനിക സംവിധാനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ചാരിത്രം സംരക്ഷിക്കണമെന്നുള്ള താല്പര്യം അപ്രത്യക്ഷമാകുന്നത് കാണുമ്പോൾ വിശുദ്ധ ആഗ്നസിൻ്റെ ജീവിതം വെല്ലുവിളിയായിട്ട്, ചോദ്യചിഹ്നമായിട്ട് നിൽക്കും. വിശുദ്ധയുടെ ജീവിതം യുവാക്കളെ നാം പഠിപ്പിക്കണം. അവൾ ജീവിതത്തിൽ സമർപ്പിച്ചതിന് വലിയ മൂല്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. പ്രലോഭനങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് കടന്നു വരുമ്പോൾ ധീരതയോടെ അതിനെ ചെറുക്കുവാൻ വിശുദ്ധരുടെ ജീവിതം നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കന്മാരെ സഹായിക്കണം. നമുക്കവരെ പഠിപ്പിക്കണം. കന്യാത്വം എത്ര പ്രധാനപ്പെട്ടതാണ്, ബ്രഹ്മചര്യം അതൊരിക്കലും ലംഘിക്കപ്പെടാൻ പാടില്ലാത്ത അമൂല്യ നിധിയാണെന്ന് പ്രിയപ്പെട്ട യുവതികൾ മനസ്സിലാക്കണം. അതിന് നമുക്ക് ഈ വലിയ വിശുദ്ധയുടെ രക്തസാക്ഷിത്വം സഹായിക്കും. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ യുവാക്കന്മാരെ സംരക്ഷിക്കണമേ, അവരുടെ ചാരിത്രം എന്നും സംരക്ഷിക്കപ്പെടുവാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് വിശുദ്ധിയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും കന്യാത്വം ഒരിക്കലും നഷ്ടപ്പെടാതെ ജീവിതത്തിൽ നിന്നും വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ, ചാരിത്രശുദ്ധി പാലിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് വിശുദ്ധിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയുടെ രക്തസാക്ഷിത്വം നമുക്കെന്നും ശക്തി നൽകും, ധൈര്യം നൽകും. നമ്മുടെ പ്രലോഭനങ്ങളെ ചെറുക്കുവാൻ, തകർക്കുവാൻ, തോൽപ്പിക്കുവാൻ, തിന്മയുടെ ശക്തികൾ കടന്നു വരുമ്പോൾ അവരെ ഇല്ലാതാക്കുവാൻ വിശുദ്ധ ആഗ്നസ് നമുക്ക് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി ചിന്തിയ രക്തം ശക്തി നൽകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധയുടെ മാധ്യസ്ഥ്യം നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. എല്ലാ യുവാക്കളെയും കാത്തു പരിപാലിക്കണമേ, ബാലികാബാലന്മാരെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാ ശാലോം പ്രേക്ഷകരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധയുടെ രക്തസാക്ഷിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി നൽകട്ടെ, ആത്മധൈര്യം നൽകട്ടെ, അവിടത്തേക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുവാനുള്ള പ്രചോദനമാകട്ടെ.
ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.